അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ എത്ര തവണ ആവർത്തിച്ച് കേൾക്കുന്ന ഈ കെലിമത്തിൻ്റെ മഹത്വം ഉൾക്കൊള്ളുന്ന ഒരു സന്തോഷ സുദിനത്തിലാണ് നമ്മളുള്ളതല്ലേ കൂട്ടുകാരെ. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ നിങ്ങളുടെ വീട്ടിയങ്കളാണ്. ഇപ്പം നമ്മൾ കേൾക്കാൻ പോകുന്നത് പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലേക്കാണ് എല്ലാ കൂട്ടുകാരും കാതോർക്കുന്നത്. സ്റ്റാർ ക്വസ്റ്റിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നേരുന്നു. ഒത്തിരി പരിപാടികളുമായിട്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട്. അപ്പം പാട്ടുണ്ട്, പ്രഭാഷണമുണ്ട്. എല്ലാവരും റെഡിയല്ലേ? എന്താണ് പെരുന്നാളിൻ്റെ ദിനത്തിലെ ഈ ഒരു സുവിശേഷ സന്ദർഭത്തിൽ അല്ലെങ്കിൽ സന്തോഷ സന്ദർഭത്തിൽ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ല വിശേഷങ്ങളാണെന്ന് വിചാരിക്കുന്നു. പെരുന്നാൾ ഖുതുബയൊക്കെ കേട്ട് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ റെഡിയാവുന്ന ആളുകളുണ്ടാവും. ചില ആളുകൾ പെരുന്നാൾ പള്ളിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മിഠായിയും പിന്നെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലിങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സന്ദർഭമൊക്കെ ആയിരിക്കും അല്ലേ. ഈ സമയത്ത് നമ്മൾ റേഡിയോയുടെ കൂടെ നിങ്ങളുടെ പരിപാടികളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുന്നതും മറ്റുള്ളവരുടെ പരിപാടികൾ കുട്ടികൾ കേൾക്കുന്നതും ഒക്കെ വലിയ സന്തോഷകരമായ സന്ദർഭമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡിൽ ആദ്യത്തെ പരിപാടി ഇന്ന് അസ്വ എച്ച് ആണ് ഒരു ഗാനവുമായിട്ട് നമ്മുടെ കൂടെ ചേരുന്നത്. KSB സ്കൂൾ കരിപ്പോട് പഠിക്കുന്ന അസ്വ എച്ചിൻ്റെ ഗാനത്തിലേക്ക് നമുക്ക് കാതോർത്തുകൊണ്ട് ഈ എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങാം. കേട്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ വന്നു ജിബ്രീൽ വഹ്യുമായി അഹ്ദവൻ അംറാൽ അഹ്മദിലോതി ഇഖ്റ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതഖനി ഖുർആൻ. വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ വന്നു ജിബ്രീൽ വഹ്യുമായി അഹ്ദവൻ അംറാൽ അഹ്മദിലോതി ഇഖ്റ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതഖനി ഖുർആൻ. ദൂതുമായി വീട്ടിൽ അണഞ്ഞു, ദൂതരായി നാട്ടിൽ അറിഞ്ഞു. ദൂതുമായി വീട്ടിൽ അണഞ്ഞു, ദൂതരായി നാട്ടിൽ അറിഞ്ഞു. മുത്തുനബിയുടെ സത്യവഴിയുടെ ദീപമായി തെളിഞ്ഞു. എങ്ങും നിത്യതാര തെളിവൊളി തൂവി വിജയമതേകിടും ഫുർഖാൻ ഇറയോന്റെ കലിമകൾ ഖുർആൻ. വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ വന്നു ജിബ്രീൽ വഹ്യുമായി അഹ്ദവൻ അംറാൽ അഹ്മദിലോതി ഇഖ്റ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതഖനി ഖുർആൻ. ഓതിയാൽ ഫലമുണ്ടതിന്ന് ഓർക്കുകിൽ ഗുണമേറിടുന്നു. ഓതിയാൽ ഫലമുണ്ടതിന്ന് ഓർക്കുകിൽ ഗുണമേറിടുന്നു. ആഴമതിരുകളേതുമറിയാത്ത ആഴിയായി വളർന്നു. എന്നും സത്യജ്ഞാന ഫലങ്ങളുമേകും വിളനിലമായിടും ഫുർഖാൻ പെരിയോന്റെ മോക്ഷം വഴി ഖുർആൻ. വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ വന്നു ജിബ്രീൽ വഹ്യുമായി അഹ്ദവൻ അംറാൽ അഹ്മദിലോതി ഇഖ്റ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതഖനി ഖുർആൻ. മോഹനം അതിലാശയങ്ങൾ മാനവർക്കാശ്വാസുമങ്ങൾ. മോഹനം അതിലാശയങ്ങൾ മാനവർക്കാശ്വാസുമങ്ങൾ.
ലോകർക്കാകെ അനുഗ്രഹമായി മഹാമകളേറിടും ഫുർഖാൻ ഇലാഹിന്റെ അമരമൊഴി ഖുർആൻ വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ അന്നു ജിബ്രീൽ വഹ്യുമായി അഹ്ദവൻ നമ്മാൽ അഹ്മദിലോതി ഖറ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതകനി ഖുർആൻ വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ അന്നു ജിബ്രീൽ വഹ്യുമായി അഹ്ദവൻ നമ്മാൽ അഹ്മദിലോതി ഖറ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതകനി ഖുർആൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്വമോളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം വഹയുമായി ബന്ധപ്പെട്ട് അനുസ്മരിപ്പിക്കുന്ന ഗാനത്തെയാണ് ഈ പെരുന്നാളിൻ്റെ ദിനത്തിൽ ആദ്യത്തെ എപ്പിസോഡിൽ മോള് കുട്ടികൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. അസ്വ കുട്ടിക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം നേരുന്നു. കൂട്ടുകാരെ, നമ്മളിപ്പോൾ പാട്ട് കേട്ടു അല്ലേ? ഇനി നമ്മൾ അടുത്തത് വീണ്ടും പാട്ടിലേക്ക് പോവുകയാണ്. പാട്ട് പാടുന്നത് റൈഹാനയാണ്. റൈഹാന SNV ഗേൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത്. 7ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കിയാണ്. അപ്പോൾ റൈഹാനയുടെ പാട്ട് എങ്ങനെയുണ്ട് നോക്കണ്ടേ? കേട്ടോളൂ. മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറസൂലിന പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് പത്തരമറ്റ് ഹബീബിന മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറസൂലിന പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് പത്തരമറ്റ് ഹബീബിന ബഹ്റല മുഴുവൻ ബദറുളിനൂറിൻ മധുഹുകളോതിയിട്ടുയരുമ്പോൾ മഹിയിലെ മധുരിമ മധുകണമെല്ലാം മഴമഴയായി പൊഴിയുമ്പോൾ ഹജറുകളകിലും ഹജറ റസൂലിൻ ചുവടടി മുത്തി മണക്കുമ്പോൾ ചിറകതിലുയരും പറവയും ഹറമിൻ ചരിതമതോതിപ്പാറുമ്പോൾ ആ ചരിതത്തോപ്പില് മിമ്പരിരിപ്പുണ്ട്. ആ മിമ്പറിനുള്ളിൽ പൊട്ടിയ കൽബുണ്ട്. ആ പൊട്ടിയ കൽബകമെത്തിയ മുത്തൊളി മുത്തിയ തടിയുണ്ട്. അതുമെത്തും സ്വർഗത്തട്ടും ദറജത്തും ഫളുലില് മുത്തും മണിമുത്തിൽ കരമത് തട്ടും മുട്ടും എത്തും സ്വർഗമകത്തും അതിനൊട്ടും യോഗ്യതയില്ലാഞ്ഞിട്ടും നിത്യം ബാബത് മുട്ടും നേട്ടം തീട്ടം പൂമണമെത്തും കൊതിയുണ്ട്. അല്ലാഹുവിൻ്റെ വെട്ടമകത്ത് കിടക്കും നിജമുണ്ട്. മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറസൂലിന പൊന്നും പവിഴം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാലിൽ വന്നത് പത്തരമറ്റ് ഹബീബിന പടവുകളെണ്ണി തിട്ടം കിട്ടാ പദവികമുണ്ട ഇഷ്ടത്തിൽ ഉടമയുടെ പേലുടനടി ഉണ്ടോ അടിമുടി പരലോകത്തിൽ കഠിന കടോഹര ചൂടിൽ ചുവടുകൾ അടിമുതൽ തലയും കത്തുമ്പോൾ അധിക മനോഹര നൂറുള്ളാന്റെ അഹ്ലുകൾ അവിടെ എത്തുമ്പോൾ അർശിൽ നിന്നൊരു നാദം വന്നെത്തും. ആ നാദമിളങ്കി വിളങ്ങി ഒരുങ്ങി മലക്കുകളും എത്തും. അത്യത്ഭുതകരമാം സ്വർഗത്തോപ്പിലെ വാതിന് മുമ്പെത്തും. അവർ ചൊല്ലും അപ്പോൾ ചൊല്ലും മർഹബ കൊല്ലും കടലിൽ തല്ലും മഴവില്ലും മാറിച്ചെല്ലും ചേലുള്ളൊരു കരുവിയിലല്ലോ മക്കത്തും പിന്നരികത്തും മാല് കൊടുത്തും ഊഹതെടുത്തും നിന്നൊരു കൂട്ടരുമായൊരു പന്തലിലായെത്തും. മഹ്മൂദിന്റെ കൂടെ ഇരുന്നവരവ്വലിലായെത്തും. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റൈഹാനയുടെ ഗാനം കേട്ടു അല്ലേ? നേരത്തെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ആ ഒരു ശൈലിയിലുള്ളൊരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. അപ്പോൾ റൈഹാന മോക്കും പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുന്നു. അസ്വ, റൈഹാന ഇവരിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പരിപാടികൾ കേട്ടുകൊണ്ട് ഈ എപ്പിസോഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കാതോർക്കുമ്പോൾ നമ്മളിനി പാട്ടല്ല കേൾക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? പ്രഭാഷണമായിരിക്കും അല്ലേ? പിന്നെ ആ പ്രഭാഷണത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെയാണ്
നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ, വീട്ടിലെല്ലാവരും പെരുന്നാൾ പള്ളിക്കൊക്കെ പോയിട്ടുണ്ടോ? അതുപോലെ തന്നെ പുത്തനുടുപ്പുകളൊക്കെ വാങ്ങി ധരിച്ച് അതിൻ്റെ സന്തോഷത്തിലാണോ? അതല്ല അസുഖങ്ങളോ മറ്റോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രയാസത്തിലായ ആളുകളുണ്ടായേക്കാം. അവരെയൊക്കെ നമ്മൾ ഓർക്കുകയാണ്. എല്ലാവരും ഈ ശബ്ദം കേൾക്കുമ്പോൾ എന്ത് തന്നെ പ്രയാസത്തിലാണെങ്കിലും ഒരു പെരുന്നാളിൻ്റെ സുദിനത്തിൽ അതിൻ്റേതായൊരു സന്തോഷമുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ വീട്ടിലെല്ലാവർക്കും സൗഖ്യമായിട്ട് മുന്നോട്ട് പോകുവാനും അതുപോലെ തന്നെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ദൂരീകരിക്കാനും അസുഖങ്ങൾ പെട്ടെന്ന് ഭേദമാവാനും ഒക്കെ ഈ ദിവസത്തിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ കൂട്ടുകാരെ. നമ്മളെല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. സന്തോഷത്തിൽ നമ്മൾ ഒരിക്കലും അള്ളാഹുവിനെ മറക്കാതെ മുന്നോട്ട് പോവുകയാണല്ലേ. എങ്കിൽ ഇനി നമ്മൾ ഒരു പ്രഭാഷണം കേൾക്കാം. ഹാജറ സൽമാനാണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. SNDP UP സ്കൂൾ പട്ടത്താനത്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാജറ സൽമാൻ്റെ ഈ പ്രഭാഷണം ഒന്ന് കേട്ടോളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹാജറ. എൻ്റെ സ്ഥലം കൊല്ലം ജില്ല ഐത്തിൽ. ഞാൻ പഠിക്കുന്നത് SNDP UP സ്കൂൾ പട്ടത്താന 4th സ്റ്റാൻഡേർഡ്. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ദിവസങ്ങൾ വെച്ച് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് യൗമുൻ നെഹർ, ബലിപെരുന്നാൾ ദിവസമാകുന്നു. റമദാനിലെ അവസാനത്തെ 10 പകലുകളേക്കാൾ ഇഷ്ടമാണ്. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസത്തിനേക്കാളും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിനങ്ങൾ വേറെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ബലിപെരുന്നാൾ ഖുതുബയിൽ പ്രത്യേകം പറഞ്ഞു, ഇന്നത്തെ ദിവസം നാം ആദ്യം നമസ്കരിക്കുക, പിന്നീട് നാം നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയും ഉരുവിനെ നാം അറുക്കുകയും ചെയ്യും. കാരണം അള്ളാഹു പറയുന്നു, ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നമസ്കരിക്കുകയും ബലി അർക്കുകയും ചെയ്യുക. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിലെ ശ്രദ്ധേയമായൊരു സംഭവവുമായി ബന്ധപ്പെട്ട മഹത്തായ ദിവസത്തെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. തൻ്റെ മകനെ അർക്കുവാൻ വേണ്ടി അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. തനിക്ക് വാർദ്ധക്യത്തിൽ ലഭിച്ച തൻ്റെ പൊന്നുമകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി അർപ്പിക്കുവാൻ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതനുസരിക്കുമോ എന്നുള്ള അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിനു തയ്യാറായി. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയോട് ഇബ്രാഹിം നബി കാര്യം പറഞ്ഞു. അറുക്കുവാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്, ജീവൻ പോകുന്ന കാര്യമാണ്. എന്നാലും മകൻ പറഞ്ഞു, എൻ്റെ പൊന്നു പിതാവേ, അള്ളാഹു എന്താണോ പറഞ്ഞത് അതുപോലെ ചെയ്യണം, സ്വാലിഹീങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്നാണ് മകൻ പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന നടപ്പിലാക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹു പറഞ്ഞു, ഓ ഇബ്രാഹിം, സാക്ഷാത്കരിക്കുന്നു, അതിനാൽ താൻ മകനെ അറുക്കേണ്ടതില്ല. ഇതൊരു പരീക്ഷണമായിരുന്നു, ഇതിൽ താങ്കൾ വിജയിച്ചിരിക്കുന്നു. മഹത്തായ ആദർശത്തെ പിൻകാലഘട്ടക്കാർക്ക് അനുസ്മരിക്കുവാനും ഓർക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള സന്ദർഭം ആക്കി മാറ്റി. അതുകൊണ്ട് നാം ഇന്ന് സന്തോഷിക്കുന്നു. പലസ്തീനിൽ യുദ്ധം നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. വാഹിർ ദൗഹാന അൽഹംദുലില്ലാഹിൽ ആലമീൻ. വാഹിർ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാ. ഈ എപ്പിസോഡിൽ ഇപ്പോൾ നമ്മൾ ഈ കേട്ട പ്രഭാഷണത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു ഈ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ ഒരു കർമ്മവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മോള് പറഞ്ഞു. യൗമുൻ നെഹറാണ് പെരുന്നാളിൻ്റെ ദിവസം എന്ന് പറഞ്ഞാൽ. യൗമുൻ നെഹർ അറവിൻ്റെ ദിവസമാണ്. അറവ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിലൊരുപാട് ചരിത്രങ്ങളിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ പോറ്റി വളർത്തിയ ഒരു ബലിമൃഗത്തെ അള്ളാഹുവിൻ്റെ പേരിൽ നാമം ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിക്കായിട്ട് നമ്മൾ അറക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മാംസം നമ്മൾ വിതരണം ചെയ്യുന്നു. അതൊരു ചില്ലറ കാര്യമല്ല. അപ്പോൾ അതിലേക്കൊക്കെ സൂചന നൽകുന്ന, അതിൻ്റെ മഹത്വം ഓർമ്മിപ്പിക്കുന്ന, യൗമുൻ നെഹറിൻ്റെ ശ്രേഷ്ഠതയെ അറിയിക്കുന്ന ഒരു പ്രഭാഷണമാണ് ഹാജറ സൽമാൻ അവതരിപ്പിച്ചത്. മോൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ഇനി റുഷ്ദ MCC പരപ്പനങ്ങാടി, BEMHSS പരപ്പനങ്ങാടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന റുഷ്ദ MCC
നമ്മുടെ പെരിന്തൽമണ്ണ പീസ് റേഡിയോയുടെ സ്റ്റുഡിയോയിൽ വന്ന് അവതരിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയിലേക്കാണ് ഇനി നാം കാതോർക്കുന്നത്. നമുക്ക് ആ പരിപാടി ഒന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. സൗഹാർദ്ദത്തിൻ നാദം, സന്മാർഗത്തിൻ ഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം, സുഗന്ധത്തിൻ മലരുകൾ വിരിയുന്ന മധുകളം ഒരുക്കുവാനൊന്നായി ചേർന്നിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം. സൗഹാർദ്ദത്തിൻ നാദം, സന്മാർഗത്തിൻ ഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം, സുഗന്ധത്തിൻ മലരുകൾ വിരിയുന്ന മധുകളം ഒരുക്കുവാനൊന്നായി ചേർന്നിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം. സൗഹാർദ്ദത്തിൻ നാദം, സന്മാർഗത്തിൻ ഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം. മനുഷ്യരൊന്നാണെന്നൊരു തത്വം നമ്മിൽ മൊഴിഞ്ഞു ആചാര്യർ, മഹിയൊരു നബിയൊരു ചെയ്തൊരു സത്യം മറന്നു പോയോ മാലോകർ. മനുഷ്യരൊന്നാണെന്നൊരു തത്വം നമ്മിൽ മൊഴിഞ്ഞു ആചാര്യർ, മഹിയൊരു നബിയൊരു ചെയ്തൊരു സത്യം മറന്നു പോയോ മാലോകർ. സുഹൃതത്തിലെ സുരവയിൽ രമിച്ചിടുവാൻ ശ്രമിക്കുക നാം, സുഹൃതത്തിലെ സുരവയിൽ രമിച്ചിടുവാൻ ശ്രമിക്കുക നാം. സുഗന്ധത്തിൻ മലരുകൾ വിരിയുന്ന മധുകളം ഒരുക്കുവാനൊന്നായി ചേർന്നിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം. സൗഹാർദ്ദത്തിൻ നാദം, സന്മാർഗത്തിൻ ഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം. അവകാശങ്ങൾ അർഹരിലെത്താം നിത്യം ജാഗ്രത കാട്ടുക നാം, അഭിമാനങ്ങൾ സംരക്ഷിക്കാം നബി അത് വിണ്ടത് ഓർക്കുക നാം. അവകാശങ്ങൾ അർഹരിലെത്താം നിത്യം ജാഗ്രത കാട്ടുക നാം, അഭിമാനങ്ങൾ സംരക്ഷിക്കാം നബി അത് വിണ്ടത് ഓർക്കുക നാം. മനുഷ്യത്വവും മഹത്വങ്ങളും മാനവരിൽ തെളിഞ്ഞിടണം, മനുഷ്യത്വവും മഹത്വങ്ങളും മാനവരിൽ തെളിഞ്ഞിടണം. സുഗന്ധത്തിൻ മലരുകൾ വിരിയുന്ന മധുകളം ഒരുക്കുവാനൊന്നായി ചേർന്നിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം, ഒന്നിച്ചൊരു മൈൽ നീങ്ങിടാം. സൗഹാർദ്ദത്തിൻ നാദം, സന്മാർഗത്തിൻ ഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം, മാനവമോചന ധ്വനികളുയർത്തും സ്നേഹത്തിൻ സംഗീതം. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, വളരെ മനോഹരമായ ഗാനം. എന്ത് ഇമ്പമാർന്ന ഗാനമാണ് റുഷ്ദ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ റുഷ്ദക്ക് പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ബലിപെരുന്നാൾ തെൽബിയ, ബലിപെരുന്നാൾ പീസ് റേഡിയോ പ്രത്യേക ദിനപരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ റുഷ്ദയുടെ ഈ പരിപാടിക്ക്
എന്തുകൊണ്ടും സവിശേഷതയുണ്ട്. മനോഹരമായിട്ടുള്ള ഈ പ്രോഗ്രാം അവതരിപ്പിച്ചതിന് റുഷ്ദയെ അഭിനന്ദിക്കുന്നു. അടുത്ത പരിപാടിയിലേക്ക് നമുക്ക് കാതോർക്കേണ്ടതുണ്ട്. ആസിം മെഹബൂബാണ് ഇനി നമ്മുടെ കൂടെ ചേരുന്നത്. ആസിം മെഹബൂബ് കൊച്ചുമിടുക്കനാണല്ലേ. പ്രീ KGയിൽ പഠിക്കുന്ന ആസിം മെഹബൂബിൻ്റെ പ്രോഗ്രാമിലേക്ക് നമുക്കിനി സാഗൂതം കാതോർക്കാം. കേട്ടോളൂ. മാഷാ അല്ലാഹ്, പ്രീ KGയിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കൻ്റെ പരിപാടിയാണ് ഇപ്പം നമ്മൾ കേട്ടത്. അൽ ഫറൂഖ് റെസിഡൻഷ്യൽ സ്കൂൾ ഫറൂഖോളയിലെ പ്രീ KGയിലെ ആസിം മെഹബൂബിനെ പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. ആസിം മോനെ സൂപ്പറായിട്ട് അവതരിപ്പിച്ചുട്ടോ. ഇതുപോലെ നല്ല പരിപാടികളൊക്കെ അവതരിപ്പിക്കണം. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ആസിം ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചത്. കൊച്ചു കുട്ടികൾക്കൊക്കെ മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പ്രീ KGയിലും അതുപോലെ തന്നെ KGയിലും ഒക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവസരങ്ങളാണ് റേഡിയോ നൽകുന്നത്. ആസിമിനെ പോലെ എല്ലാവരും അങ്ങനെ വന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ പരിശ്രമിക്കാം. ഇനി ആദിലാക്കിയ അൽമനാർ സ്കൂൾ കോട്ടക്കൽ 5ാം ക്ലാസ് ആദിലാക്കിലേക്ക് സർവത്തിലും വായിത്തും മണ്ണ് നന്ദിത്തവരെ ശുക്രമുരയുന്നേ അനശായിരി ശാലിയംബി അൽആലിമു കുല്ലി ശൈഇ അനഹമദ് വക്തി വൈ അൽആലിമു നിഅമല്ലാഹ് അനശ്കുറു നിഅമല്ലാഹ് എല്ലാം അറിയും നാദ എനി ഗുണവും നൽകും നാദ സർവത്തിലും വായിക്കാം വന്നവരെ ഞാൻ നിന്നെ വായിത്തുന്നേ ശുക്രമുരയുന്നേ നമ്മുടെ നിലയില്ലാത്തൊരു മാഷാ അല്ലാഹ്, പ്രീ KGയിൽ പഠിക്കുന്ന കൊച്ചുമിടുക്കൻ്റെ പരിപാടിയാണ് ഇപ്പം നമ്മൾ കേട്ടത്. അൽ ഫറൂഖ് റെസിഡൻഷ്യൽ സ്കൂൾ ഫറൂഖോളയിലെ പ്രീ KGയിലെ ആസിം മെഹബൂബിന് പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. ആസിം മോനെ സൂപ്പറായിട്ട് അവതരിപ്പിച്ചുട്ടോ. ഇനിയും ഇതുപോലെ നല്ല പരിപാടികളൊക്കെ അവതരിപ്പിക്കണം. പെരിന്തൽമണ്ണ സ്റ്റുഡിയോയിൽ വന്നിട്ടാണ് ആസിം ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിച്ചത്. കൊച്ചു കുട്ടികൾക്കൊക്കെ മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ പ്രീ KGയിലും അതുപോലെ തന്നെ KGയിലും ഒക്കെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള അവസരങ്ങളാണ് റേഡിയോ നൽകുന്നത്. ആസിമിനെ പോലെ എല്ലാവരും അങ്ങനെ വന്ന് പരിപാടികൾ അവതരിപ്പിക്കാൻ പരിശ്രമിക്കാം. ഇനി ആദിലാക്കെ അവതരിപ്പിക്കുന്ന ഒരു ഗാനത്തിലേക്കാണ് നമുക്ക് ആഗ്രഹിക്കുന്നത്. അൽമനാർ സ്കൂൾ കോട്ടക്കൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിലാക്കയിലേക്ക് നമുക്ക് പോവാം. കൈകൾ നിന്നിൽ സർവ
എന്നിൽ ഗുണവും നൽകും നാഥ കൂടണയുമ്പോൾ ചൊല്ലിടും കഥ ഞാൻ മുന്നിലെ വായ്ത്തു എന്നില്ലാഗ്രഹം ശുക്രമുരയുമ്പോൾ നീട്ടിടും എൻ കഥ നിൻ മുന്നിൽ നിലയില്ലാതൊരു കണ്ണൂടണടലിൽ തുണയില്ലാതൊരു പൂന്തോണി നിൻ മുന്നിൽ വീണു മാത്രം പൊട്ടിയാൽ ഉള്ളൊരു വേരാമ്പൽ കിളിയാനാണേ വീണു കയ്യില്ലാത്തൊരു കണ്ണീർ കടലിൽ തുണയില്ലാത്തൊരു പൂന്തോണിടാ ദുഃഖം മാത്രം കൂട്ടിയുള്ളൊരു വേരാമ്പൽ കിളിനാനാടയം ഞാൻ ഇല്ലറയുമേ എല്ലാം സാന്ത്വനമേകാൻ തണൽ വേറാത ഇല്ല ജലാലയ നീയുകേ അഭയസ്ഥാനം തണൽ വേറെ കൈകൾ കൂപ്പിടാൻ സദയം മാഷാ ഞാൻ അല്ലാ. നിന്നിൽ ആദിലാക്കയാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. ആദിലാക്കയ്ക്ക് പീസ് റേഡിയോയുടെ സദയം പ്രത്യേക ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. നിന്നിൽ ഇനിയും ഇതുപോലെ പീസ് എല്ലാം റേഡിയോ അറിയും പ്രോഗ്രാമുകളിൽ നാഥ പങ്കെടുക്കാൻ എന്നിൽ ഗുണവും പരമാവധി നൽകും പരിശ്രമിക്കണമെന്ന് നാഥ അതേപോലെ എല്ലാ കൂട്ടുകാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സർവത്തിലും പീസ് റേഡിയോ വാഴ്ത്തുന്നേ. തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് തുടരുമ്പോൾ അടുത്തൊരു പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കണം. റിയ ഫാത്തിമ കെ ആണ് അടുത്ത പരിപാടി അവതരിപ്പിക്കുന്നത്. റിയ ഫാത്തിമ കെ SSM HSS തെയ്യാലിങ്ങൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. റിയയുടെ പ്രോഗ്രാം കൂടണയുമ്പോൾ ചൊല്ലിടും എൻ കഥ നിൻ മുന്നിൽ എന്നിൽ ആഗ്രഹം പൂവണിയുമ്പോൾ നീട്ടിടും എൻ കഥ നിൻ മുന്നിൽ എന്നിൽ ദുഃഖം കൂടണയുമ്പോൾ ചൊല്ലിടും എൻ കഥ നിൻ മുന്നിൽ നിൻ മുന്നിൽ വീണു കരഞ്ഞു പറഞ്ഞാൽ മാറിടും എന്തിട ദുഃഖങ്ങൾ നിൻ മുന്നിൽ വീണു കരഞ്ഞു പറഞ്ഞാൽ മാറിടും എന്തിട ദുഃഖങ്ങൾ കൈകൾ കൂപ്പിടാൻ സദയം ഞാൻ നിന്നിൽ ശിരസ് നമിച്ചിടാൻ സദയം ഞാൻ നിന്നിൽ എല്ലാം അറിയും നാഥ എന്നിൽ ഗുണവും നൽകും നാഥ സർവത്തിലും വായ്ത്തുന്നേ ഞാൻ നിന്നെ വായ്ത്തുന്നേ ശുക്രമുരയുന്നേ. മാഷാ അല്ലാ. ആദില കെ ആണ് ഇപ്പോൾ നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. ആദില കെക്ക് പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ പീസ് റേഡിയോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് അതേപോലെ എല്ലാ കൂട്ടുകാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പീസ് റേഡിയോ തെൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് തുടരുമ്പോൾ ഇനി അടുത്തൊരു പരിപാടിയിലേക്ക് നമുക്ക് പ്രവേശിക്കണം. റിയ ഫാത്തിമ കെ ആണ് അടുത്ത പരിപാടി അവതരിപ്പിക്കുന്നത്. റിയ ഫാത്തിമ കെ SSM HSS തെയ്യാലിങ്ങൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. റിയയുടെ പ്രോഗ്രാം ഒന്ന് കേട്ടു നോക്കാം. ും
ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സക്കറാത്തിൻ മാഷാ അല്ലാ. കേട്ടില്ലേ? റിയ ഫാത്തിമക്കയാണ് നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. മരണവുമായി ബന്ധപ്പെട്ട് വളരെ മനോഹരമായൊരു ഗാനം നമ്മുടെ എല്ലാം ഹൃദയത്തിൽ തൊടുന്ന ഈ ഒരു ഗാനം ആലപിച്ചിട്ടുള്ള റിയ ഫാത്തിമക്കയ്ക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുന്നു. ഈ ഒരു ഗാനത്തിന്റെ ശേഷം ഇനി നാം കാതോർക്കുന്നത് മുഹമ്മദ് നാസിഹിന്റെ മറ്റൊരു ഗാനത്തിലേക്കാണ്. നാസി 1ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കനാണ് കേട്ടോ. ബ്രോഡ്വേ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാകും മുഹമ്മദ് നാസിഹിന്റെ ഒരു പരിപാടി എന്ന് നമുക്ക് കാതോർക്കാം. ആദ്യം നമുക്ക് കേൾക്കാം. അറിയണം ആദ്യം തന്നെ വേദനയിൽ ഞാൻ പിടയുന്ന നേരം സഹായത്തിനാരുമില്ല. സലാമത്ത് നൽകൂ നാഥ, മരണത്തെ നേരിൽ കാണും മണ്ണോട് നീയും ചേരും. മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനിങ്ങോട്ടോടും. ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. ഇല്ല രക്ഷയില്ല, മാഷാ അല്ലാ. കൂട്ടുകാരെ, മുഹമ്മദ് നാസി നേരത്തെ പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അതുകൊണ്ട് അവന് കഴിയുന്ന രൂപത്തിൽ മാഷാ അല്ലാ കേട്ടില്ലേ? റിയ ഫാത്തിമക്കയാണ് നമുക്ക് വേണ്ടി ഈ ഗാനം ആ പരിശ്രമത്തിന് കൂടി നമുക്ക് പ്രത്യേക മരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ മനോഹരമായി മുഹമ്മദ് നാസി ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ പഠിച്ച് അവതരിപ്പിക്കാൻ റെഡിയാവണം കേട്ടോ. റിയ ഫാത്തിമക്കയ്ക്ക് കൂട്ടുകാരെ പ്രത്യേകമായ പീസ് റേഡിയോ തൽബിയ. ഈ ഒരു ഗാനത്തിന്റെ ശേഷം ഇനി നാം കാതോർക്കുന്നത് മുഹമ്മദ് നാസിഹിന്റെ മറ്റൊരു ഗാനത്തിലേക്കാണ്. നാസി 1ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കനാണ്. ബ്രോഡ്വേ ഇന്റർനാഷണൽ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാകും മുഹമ്മദ് വർഷത്തിൽ 2 പെരുന്നാളല്ലേ നമുക്ക് ഓർക്കാം. ആദ്യം പെരുന്നാൾ, ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് വലിയ പെരുന്നാൾ. അപ്പോൾ ചെറിയ പെരുന്നാളിന്റെ പ്രത്യേകതകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ വലിയ പെരുന്നാളിന്റെ എത്ര പ്രത്യേകതകൾ ഉണ്ടാകും. എന്താ വലിയ പെരുന്നാൾ നമ്മൾ ഓർമ്മിക്കുന്നത് എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? എത്രയെത്ര ആളുകളെ നമ്മുടെ മനസ്സിലേക്ക് ചരിത്രത്തിൽ നിന്ന് കടന്നു വരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഓർക്കുന്നുണ്ട്. ഇസ്മായിൽ നബിയെ നമ്മൾ ഓർക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ ഓർമ്മകളിലേക്ക് ആ ചരിത്രം കടന്നു വരും. എങ്കിൽ അതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി നാം കേൾക്കുന്നത് ഹാമിദ് ബിൻ അനസ് അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ്. അന്നൂർ ഖുർആൻ ലേണിംഗ് സെന്റർ ആലപ്പുഴയിലെ 2ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കനാണ് ഹാമിദിന്റെ ഗാനം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കഴുത്തെന്റേതറും കൂടയോൻ തുണയില്ലേ നാമു. മാഷാ അല്ലാ. കൂട്ടുകാരെ, മുഹമ്മദ് നാസി നേരത്തെ പറഞ്ഞ പോലെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് അവന് കഴിയുന്ന രൂപത്തിലേക്ക് മനോഹരമായ ഒരു ഗാനം ആലപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിന് കൂടി നമുക്ക് പ്രത്യേകമായ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് കൊടുക്കാം. മുഹമ്മദ് നാസി ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ പഠിച്ച് അവതരിപ്പിക്കാൻ റെഡിയാവണം കേട്ടോ. കൂട്ടുകാരെ, പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റിലാണ് നമ്മളുള്ളത്. ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമുക്ക് സന്തോഷിക്കാൻ ഇങ്ങനെയൊരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതിന് നമ്മൾ അല്ലാഹുവിനെ ഓർമ്മിക്കുകയാണ്. വർഷത്തിൽ 2 പെരുന്നാളല്ലേ നമുക്കുള്ളത്. സന്തോഷ പെരുന്നാൾ, ഒന്ന് ചെറിയ പെരുന്നാൾ, മറ്റൊന്ന് വലിയ പെരുന്നാൾ. അപ്പോൾ ചെറിയ പെരുന്നാളിന്റെ പ്രത്യേകതകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ വലിയ പെരുന്നാളിന്റെ എത്ര പ്രത്യേകതകൾ ഉണ്ടാവും. എന്താ വലിയ പെരുന്നാൾ നമ്മൾ ഓർമ്മിക്കുന്നത് എന്തൊക്കെയായിരിക്കും? നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുമോ? എത്രയെത്ര ആളുകളെ നമ്മുടെ മനസ്സിലേക്ക് ചരിത്രത്തിൽ നിന്നും കടന്നു വരുന്നുണ്ട്.
മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ ഓർക്കുന്നുണ്ട്, ഇസ്മായിൽ നബിയെ നമ്മൾ ഓർക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ നമ്മുടെ ഓർമ്മകളിലേക്ക് ആ ചരിത്രം കടന്നു വരും. എങ്കിൽ അതെല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. ഈ എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇനി നാം കേൾക്കുന്നത് ഹാമിദ് ബിൻ അനസ് അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ്. അന്നൂർ ഖുർആൻ ലേണിംഗ് സെന്റർ ആലപ്പുഴയിലെ 2ാം ക്ലാസ്സിലെ കൊച്ചുമിടുക്കനാണ് ഹാമിദിന്റെ ഗാനം കേൾക്കാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. ഉടനെ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. ഉടനെ കഴുത്തേണ്ടേതാവോ ബാപ്പ. ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ. മോനെ ഇതാ നിന്നെ ഏറ്റം സുഖയോനോടു ബാപ്പ. ഇതാ നിന്നെ ഏറ്റവും സുഖയോനോടു ബാപ്പ. നേരം ഉടയാതോ ബാപ്പ. നേരെ ഉടയോനി വാഴിച്ചോ നമു ബാപ്പ. നേരം ഉടയാതോ ബാപ്പ. നേരെ ഉടയോനി വാഴിച്ചോ നമു ബാപ്പ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാഹ്. ഹാമിദ് ബിൻ അനസിന്റെ പാട്ട് കേട്ടു അല്ലേ? നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്, തക്ബീറൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ആ ഒരു പെരുന്നാളിന്റെ ആ ഒരു വൈബ് കിട്ടുന്ന രൂപത്തിലൊക്കെയാണ് മോൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2ാം ക്ലാസ്സിൽ ഈ കൊച്ചുമിടുക്കൻ്റെ പാട്ടിന് നമുക്ക് എന്തുകൊണ്ടും സന്തോഷമുണ്ട് കേട്ടതിൽ. ഹമിദെ സൂപ്പറായിട്ടുണ്ട്, ഇതുപോലെ പാടണം, പ്രസംഗങ്ങൾ അവതരിപ്പിക്കണം, നല്ല നല്ല പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം കൂട്ടുകാരെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ആരൊക്കെ ഓർക്കുന്നുണ്ട്? ഇബ്രാഹിം നബി ഓർക്കുന്നു, ഇസ്മായിൽ നബി ഓർക്കുന്നു, ഹാജറ ബീവിയെ ഓർക്കുന്നു, ഇബ്രാഹിം നബി പോയ വഴികളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നു, ഫലസ്തീനിലേക്ക് പോയത്, അത് കഴിഞ്ഞ് മക്കയിലേക്ക് പോയത്, അതിനുശേഷം ഇതെല്ലാം അനുസ്മരിക്കാവുന്ന ഒരു വലിയ ചരിത്രത്തിന്റെ പശ്ചാത്തലമുള്ള ഈ പെരുന്നാൾ ദിനത്തിൽ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ അത്രമാത്രം പ്രസക്തമായ കാര്യങ്ങളാണല്ലേ. എങ്കിൽ ഈ സ്റ്റാർ ക്വസ്റ്റിൽ ഇനി നമ്മൾ കേൾക്കുന്ന ഹഫ്സ ബിൻത് അനസ് ആണ്. നേരത്തെ ഹാമിദ് ബിൻ അനസ് ആയിരുന്നു, ഇനി ഹഫ്സ ബിൻത് അനസ് അവതരിപ്പിക്കുന്ന ഗാനമാണ്. ഹഫ്സയും അന്നൂർ ഖുർആൻ ലേണിംഗ് സെന്റർ ആലപ്പുഴയിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. നമുക്കത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉടനെ കഴുത്തൻ്റേതാവു മകനാം തുണയിലെ നമുക്കു ബാപ്പ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മാഷാ അല്ലാഹ്. ഹാമിദ് ബിൻ അനസിന്റെ പാട്ട് കേട്ടു അല്ലേ? നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്, തക്ബീറൊക്കെ ചൊല്ലിയിട്ടുണ്ട്. ആ ഒരു പെരുന്നാളിന്റെ ആ ഒരു വൈബ് കിട്ടുന്ന രൂപത്തിലൊക്കെയാണ് മോൻ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2ാം ക്ലാസ്സിൽ ഈ കൊച്ചുമിടുക്കൻ്റെ പാട്ടിന് നമുക്ക് എന്തുകൊണ്ടും സന്തോഷമുണ്ട് കേട്ടതിൽ. ഹമിദെ സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനിയും ഇതുപോലെ പാടണം, പ്രസംഗങ്ങൾ അവതരിപ്പിക്കണം, നല്ല നല്ല പരിപാടികളുമായിട്ട് നമുക്ക് പോകണം കൂട്ടുകാരെ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ആരൊക്കെ ഓർക്കുന്നുണ്ട്? ഇബ്രാഹിം നബി ഓർക്കുന്നു, ഇസ്മായിൽ നബി ഓർക്കുന്നു, ഹാജറ ബീവിയെ ഓർക്കുന്നു, ഇബ്രാഹിം നബി നടന്നു പോയ വഴികളെ കുറിച്ച്, ഫലസ്തീനിലേക്ക് പോയത്, അത് കഴിഞ്ഞ് മക്കയിലേക്ക് പോയത്,
അരുമക്കിടാവിനോട് ഉണർത്തിച്ചോതി. ഇതെല്ലാം അനുസ്മരിക്കാവുന്ന ഒരു വലിയ ചരിത്രത്തിന്റെ പശ്ചാത്തലമുള്ള ഈ പെരുന്നാൾ ദിനത്തിൽ നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൊണ്ട് ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റുമോ? ഇതൊക്കെ അത്രമാത്രം പ്രസക്തമായ കാര്യങ്ങളാണല്ലേ? എങ്കിൽ ഈ സ്റ്റാർ ക്വസ്റ്റിൽ ഇനി നമ്മൾ കേൾക്കുന്ന മറ്റൊരു ഗാനം ഹഫ്സ ബിൻ അനസ് ആണ്. നേരത്തെ ഹാമിദ് ബിൻ അനസ് ആയിരുന്നു, ഇനി ഹഫ്സ ബിൻ അനസ് അവതരിപ്പിക്കുന്ന ഗാനമാണ്. ഹഫ്സയും അന്നൂർ ഖുർആൻ ലേണിംഗ് സെന്റർ ആലപ്പുഴയിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. നമുക്കത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം പകലും തേടി, മകനായ ഇസ്മായിൽ നബി എന്ന ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി, ഖലീലായ ഇബ്രാഹിം കൊടുത്തോരാട്ടിൻ മകനായി മലർമുട്ട് പോലെ വളർത്തുമ്പോൾ കാട്ടി നബി തൻ മകനായി ഇസ്മായിൽ നബി ഇലാഹായ പൂരാനോട് ഹഫ്സ ബിൻ അനസിന്റെ ഗാനം കേട്ടില്ലേ? ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് ഓർമ്മിപ്പിക്കുന്ന ഗാനം. പലപ്പോഴും ഇത് ധാരാളം പാട്ടുകൾ തന്നെയായിട്ട് പെരുന്നാളിന്റെ വരാറുണ്ട് കൂട്ടുകാർ. ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്ക് കിട്ടി, മകനായി ഇസ്മായിൽ നബി എന്ന കനകക്കട്ടി. ഇസ്മായിൽ നബി, ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇസ്മായിൽ നബിനെ ഓർക്കുന്നുണ്ട്. ഇസ്മായിൽ നബിയുടെ സന്തതി പരമ്പരകളിലാണ് ആര് വന്നത്? ഇബ്രാഹിം നബിക്ക് വേറൊരു മകനുണ്ടായിരുന്നു. അതാരായിരുന്നു? ഇസ്ഹാഖ് നബി അല്ലേ? ഇസ്ഹാഖ് നബിയിൽ നിന്നും വന്നിട്ടുള്ള അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഓർമ്മിക്കാൻ പറ്റും അല്ലേ? അപ്പൊ ഹഫ്സ ബിൻ അനസിന് കൂട്ടുകാരെ, എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ പെരുന്നാൾ സുദിനത്തിൽ പീസ് റേഡിയോയുടെ കൂടെ നിങ്ങൾ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. കേട്ടവരുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം കേട്ടോ. തീർച്ചയായിട്ടും പീസ് റേഡിയോ കൽബിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് ഇവിടെ അവസാനിക്കുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ നേരുന്നു. തഖബ്ബലല്ലാഹു മിൻകും. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.